ഷോ പാർട്ട് നമ്പർ 2. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഫാഷൻ ഷോ വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വർക്കിലാണ്. നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളുടെ ഓൾ ടൈം ഫേവററ്റ് ഫിജിയിലാണ്. ഒരു 2016 തൊട്ട് നമ്മൾ അവിടുത്തെ കസ്റ്റമറാണ്. കാരണം എല്ലാ സ്റ്റുഡൻസിനും ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ബ്ലഡിൻ്റെ കളികളിലേക്കാണ്. കാരണം നമുക്ക് ഇട്ടിരിക്കുന്ന തീം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള തീമാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നതും അങ്ങനത്തെ തീമാണ്. അപ്പോൾ കുറച്ച് ചൈൽഡ് അബ്യൂസ്, അതേപോലെ തന്നെ കുറച്ച് ഇത്തിരി ഹൊററായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ ടീച്ചേഴ്സായാലും നല്ല ഹെൽപ്പാണ് എല്ലാവരും. ഹായ്, ഞങ്ങളുടെ ഷോയാണ് ഇന്ന്. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഷോയാണ്. സൈക്കോളജിയുടെ എലമെന്റ്സ് ആണ് നമുക്ക് തീം തന്നെ. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് ഫോബിയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയ. അതെന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലഡ്, മറ്റേ എന്താ പറയുക, അങ്ങനെ പല എലമെന്റ്സിനോട് നമുക്ക് ഭയം ഉണ്ടാവും പലർക്കും. ആ ഒരു ഫോബിയനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കണേ. എന്താണെന്ന് അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് സൈക്കോളജിയുടെ ഒരു തീമിൽ ചെയ്യുന്നത്. എന്നാലും നമ്മൾ പരിശ്രമിക്കും. അതന്നെ. ഷോ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം മേക്കപ്പിലാണ് എല്ലാവരും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ മേക്കപ്പിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഷോ സ്റ്റാർട്ട് ചെയ്തു. പുറത്തുനിന്നുള്ള കുട്ടികളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നമ്മൾ പ്രതീക്ഷയിലും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഷോ. അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടായിരുന്നു. കൊറിയോഗ്രാഫി ആയാലും റാംബോക്ക് ആയിരുന്നാലും അതേപോലെ തന്നെ മോഡൽസ് ആയിരുന്നാലും അടിപൊളിയായിരുന്നു. പുതിയ കുട്ടികളായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഇറക്കിയിരുന്നത്. ഷോ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഹാപ്പിയിൽ ഇരിക്കുകയായിരുന്നു. അതേപോലെയായിരുന്നു നമ്മുടെ ഷോ. അത്രയും പെർഫോം ചെയ്യാൻ പറ്റി. ശരിക്കും സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു കേട്ടോ. പക്ഷെ ഫൈനലി അത് സങ്കടത്തിൻ്റെ കണ്ണുനീരായി പോയി. പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കിംഗ് ആയി. കാരണം ഫസ്റ്റ് പ്രൈസ് ഡിസർവിങ് ആയിരുന്നു എന്നുള്ളത് അറിയില്ല. നമ്മൾക്ക് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു കിട്ടിയത്. കോളേജ് കൺഫെഷൻ ഗ്രൂപ്പിലൊക്കെ ഇതായിരുന്നു ചർച്ചാ വിഷയം. എല്ലാവരും നമ്മളുടെ സപ്പോർട്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് നമുക്കായിരുന്നു പ്രൈസ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ എന്താണെന്ന് അറിയില്ല, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. പക്ഷേ അതിൽ നമുക്ക് വിഷമില്ല എന്ന് പറഞ്ഞാലും ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ് എപ്പോഴും. സോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.